എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ചലഞ്ചർ ആപ്പിന്റെ മറ്റൊരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആർദ്രാജി അജയൻ. ഇനി വരുന്ന 20ാമത്തെ ദിവസം വരാൻ പോകുന്ന ഡിഗ്രി പ്രിലിമിനറി ഒന്നാം ഘട്ട പരീക്ഷ ഉൾപ്പെടെ നിരവധി PSC പരീക്ഷകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. PSC പരീക്ഷകളിലെ പ്രധാനപ്പെട്ട നിർണായകമായിട്ടുള്ള മലയാളവുമായിട്ട് ബന്ധപ്പെട്ട 10 മാർക്കും നേടാൻ നിങ്ങളെ സഹായിക്കാനാണ് ചലഞ്ചർ ആപ്പിനോടൊപ്പം ഞാനും ഇവിടെ എത്തിയിരിക്കുന്നത്. ഇനി ചലഞ്ചറിൻ്റെ കൂടെ ഞാനും നിങ്ങളോടൊപ്പം ഉണ്ടാവും. സ്ഥിരമായിട്ട് PSC പരീക്ഷകളിൽ ആവർത്തിച്ച് കണ്ടിട്ടുള്ള ഒരു 10-20ഓളം ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. തുടങ്ങാം. ഒന്നാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് എന്നതിൻ്റെ മലയാള പരിഭാഷയായ പദരൂപം ഏത് എന്നുള്ളതാണ്. സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് എന്നതിൻ്റെ മലയാള പരിഭാഷയായ പദരൂപം ഏത് എന്നുള്ളതാണ്. പരിഭാഷയായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ഓപ്ഷൻ എ മാതൃഭാഷ, ഓപ്ഷൻ ബി മാനക ഭാഷ, ഓപ്ഷൻ സി ദേശീയ ഭാഷ, ഓപ്ഷൻ ഡി കൃത്രിമ ഭാഷ. ഇവിടെ സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് എന്നുള്ളതിൻ്റെ മലയാള പരിഭാഷ മാനക ഭാഷ എന്നുള്ളതാണ്. നമുക്കറിയാം മാതൃഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദർ ടങ് എന്നാണ് അതിൻ്റെ ഒരു ഇംഗ്ലീഷ് പദം എന്ന് പറയുന്നത്. ദേശീയ ഭാഷ നാഷണൽ ലാംഗ്വേജ് എന്ന് പറയാം, കൃത്രിമ ഭാഷ ആർട്ടിഫിഷ്യൽ ലാംഗ്വേജ് എന്നൊക്കെ പറയാം. ഇത് മൂന്നുമല്ല, മാനക ഭാഷ എന്നുള്ളതാണ് സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് എന്നതിൻ്റെ ശരിയായ പരിഭാഷ. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത ചോദ്യം, പ്രേക്ഷകൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗ രൂപം ഏതെന്നുള്ളതാണ്. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇതിൻ്റെ തന്നെ പല ഭേദങ്ങൾ സ്ഥിരമായിട്ട് നമ്മുടെ PSC പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്. പ്രേക്ഷകൻ ശ്രദ്ധിക്കുക, പ്രേക്ഷകൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗ രൂപം ഏത് എന്നുള്ളതാണ്. സ്ത്രീലിംഗ രൂപം ഏത്? ഓപ്ഷൻ എ പ്രേഷിക, ഓപ്ഷൻ ബി പ്രേഷിത, ഓപ്ഷൻ സി പ്രേക്ഷക, ഓപ്ഷൻ ഡി പ്രേക്ഷകി. ഇവിടെ തന്നിരിക്കുന്നതുകൊണ്ട് തന്നെ പ്രേക്ഷക എന്നുള്ളതാണ് പ്രേക്ഷകൻ എന്നുള്ള പദത്തിന്റെ സ്ത്രീലിംഗ രൂപം. ഇനി പ്രേക്ഷകൻ അല്ലെങ്കിൽ പ്രേക്ഷക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? സെൻഡർ, അയക്കുന്ന ആൾ എന്നുള്ളതാണ്. അയക്കുന്ന ആൾ ആണ് പ്രേക്ഷക അല്ലെങ്കിൽ പ്രേക്ഷകൻ. അയക്കുന്നവൾ പ്രേക്ഷക, അയക്കുന്നവൻ പ്രേക്ഷകൻ. ഇനി സ്ഥിരമായിട്ട് പരീക്ഷകളിൽ ചോദിച്ചു വരുന്ന ഒരു രീതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ സർക്കാർ കത്തിടപാടുകളിൽ ഫ്രം എന്ന് പറയുന്ന പദത്തിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന ചേർന്ന മലയാള പരിഭാഷ ഏതെന്ന് ചോദിക്കാറുണ്ട്. നമ്മുടെ കത്തിടപാടുകളിൽ ഫ്രം ടു വെക്കാറില്ലേ? ഫ്രം, അതുപോലെ തന്നെ ടു. അതിൽ ഫ്രം എന്ന് പറയുന്ന പദത്തിന് പകരം ഉപയോഗിക്കുന്ന ശരിയായ മലയാള രൂപം ഏതെന്ന് ചോദിക്കാറുണ്ട്. അതാണ് പ്രേക്ഷകൻ. നമ്മൾ സെൻഡർ അല്ലെങ്കിൽ ഫ്രം വെക്കുന്നത് പ്രേക്ഷക അല്ലെങ്കിൽ പ്രേക്ഷകൻ എന്നാണ്. ഇനി നമ്മളെ കൺഫ്യൂസ് ചെയ്യുന്ന മറ്റൊരു വാക്കാണ് പ്രേക്ഷകൻ. അപ്പൊ പ്രേക്ഷകൻ എന്താണ്? പ്രേക്ഷകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുന്നവൻ എന്നുള്ള അർത്ഥമാണ് പ്രേക്ഷകൻ എന്നുള്ള. പ്രേക്ഷക കാണുന്നവൾ. ഒരു ചെറിയ കായുടെ വ്യത്യാസത്തിലാണ് അർത്ഥം മാറുന്നത്. പ്രേക്ഷകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയക്കുന്നവരെ പറ്റി പറയുന്നതാണ്. പ്രേക്ഷക അയക്കുന്നവൾ, പ്രേക്ഷകൻ അയക്കുന്നവൾ. ഫ്രം എന്ന് പകരമായിട്ട് ഉപയോഗിക്കുന്ന പദമാണ് സെൻഡർ എന്നുള്ള അർത്ഥമാണ്, അയക്കുന്ന എന്നുള്ള അർത്ഥമാണ്. ഇനി പ്രേക്ഷകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുന്നവൻ, പ്രേക്ഷക കാണുന്നവൾ. ഓക്കെ, അപ്പൊ ഇത് രണ്ടും സംശയമില്ലാതെ നോക്കി വയ്ക്കുക, ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഓക്കെ, താക്കോൽ എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെ? താക്കോൽ എന്ന പദം പിരിച്ചെഴുതുമ്പോൾ അതെങ്ങനെയാണ് വരിക എന്നുള്ളതാണ് ചോദ്യം. താ അധികം കോൽ, ഓപ്ഷൻ ബി താഴ് അധികം കോൽ, ഓപ്ഷൻ സി താക് അധികം കോൽ, ഓപ്ഷൻ ഡി താ അധികം കോൽ. താഴ് അധികം കോലാണ് താക്കോൽ. താക്കോൽ എന്ന് പറയുന്ന പദം പിരിച്ചെഴുതിയാൽ താഴ് അധികം കോൽ എന്നാണ് വരിക. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ചോദ്യം. തെറ്റായ വാക്യമല്ല, ശരിയല്ലാത്തതല്ല, ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ചോദ്യം.
ഓപ്ഷൻ എ, അന്യരുടെ കുറ്റം പരസ്യമായി വെട്ടിത്തുറന്ന് പറയുന്നത് നല്ല നയമല്ലെന്ന കാര്യം എപ്പോഴും ഓർക്കണം. ഓപ്ഷൻ ബി, അന്യരുടെ കുറ്റം പരസ്യമായി തുറന്നു പറയുന്നത് നല്ല നയമല്ലെന്ന കാര്യം എപ്പോഴും ഓർക്കണം. ഓപ്ഷൻ സി, അന്യരുടെ കുറ്റം വെട്ടിത്തുറന്ന് പരസ്യമായി പറയുന്നത് നല്ല നയമല്ലെന്ന കാര്യം എപ്പോഴും ഓർക്കണം. ഓപ്ഷൻ ഡി, അന്യരുടെ കുറ്റം പരസ്യമായി പറയുന്നത് നല്ല നയമല്ലെന്ന കാര്യം എപ്പോഴും ഓർക്കണം. സാധാരണയായിട്ട് വാക്യശുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യം വരുന്ന സമയത്ത് ഒരേ അർത്ഥമുള്ള വ്യത്യസ്ത പദങ്ങൾ ഒരേ വാക്യത്തിൽ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളെ സംശയത്തിലാഴ്ത്തുന്നത്. ഇവിടെ അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. പരസ്യമായി പറയുക, വെട്ടിത്തുറന്ന് പറയുക, അല്ലെങ്കിൽ തുറന്നു പറയുക, ഇതെല്ലാം ഒരേ അർത്ഥം വരുന്ന പദങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഒന്നോ അതിലധികമോ പദങ്ങൾ ഒരു വാക്യത്തിൽ ഉപയോഗിക്കേണ്ട കാര്യമല്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ പരസ്യമായി വെട്ടിത്തുറന്ന്, രണ്ടും വേണ്ട. അന്യരുടെ കുറ്റം പരസ്യമായി പറയുന്നത് നല്ല നയമല്ലെന്ന കാര്യം എപ്പോഴും ഓർക്കണം. അതുപോലെ തന്നെ അന്യരുടെ കുറ്റം പരസ്യമായി തുറന്നു പറയുന്നത്, ഇവിടെയും പരസ്യമായി തുറന്നു പറയുന്നത്, അങ്ങനെ വേണ്ട. ഒന്നിൽ തുറന്നു പറയുന്നത് അല്ലെങ്കിൽ പരസ്യമായി പറയുന്നത്. ഇവിടെയും അതുപോലെ തന്നെ വെട്ടിത്തുറന്ന് പരസ്യമായി, രണ്ടും ഒരേ അർത്ഥം തന്നെയാണ്. അന്യരുടെ കുറ്റം പരസ്യമായിട്ടായാലും രഹസ്യമായിട്ടായാലും തുറന്നു പറയുന്നത് അല്ലെങ്കിൽ പറയാതിരിക്കുന്നത് ഒന്നും നല്ലതല്ല. എന്നിരുന്നാലും നമ്മുടെ വാക്യം ശരിയായി വരുന്നത് അന്യരുടെ കുറ്റം പരസ്യമായി പറയുന്നത് നല്ല നയമല്ലെന്ന കാര്യം എപ്പോഴും ഓർക്കണം എന്ന് പറയുന്ന വാക്യമാണ് ഇവിടെ ശരിയായിട്ടുള്ള വാക്യം. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പദരൂപം ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പദരൂപം ഏത് എന്നുള്ളതാണ് ചോദ്യം. വിദ്യാർത്ഥി, 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 വിദ്യാർത്ഥി. എപ്പോഴും നമ്മൾ ഉച്ചാരണത്തിന്റെ കാര്യത്തിൽ വിദ്യാർത്ഥികൾ, വിദ്യാർത്ഥികൾ, വിദ്യാർത്ഥികൾ എന്നൊക്കെയാണ് ഉപയോഗിക്കുന്നത്. വിദ്യ അർത്ഥിക്കുന്നവനാരോ അവനാണ് വിദ്യാർത്ഥി. അർത്ഥിക്കുക, യാചിക്കുക എന്നുള്ളതാണ് അർത്ഥം, അല്ലെങ്കിൽ അപേക്ഷിക്കുക എന്നുള്ളതാണ് അർത്ഥം. വിദ്യ, അറിവ് അപേക്ഷിക്കുന്നവനാരോ അവനാണ് വിദ്യാർത്ഥി. അപ്പം വിദ്യാർത്ഥി എന്ന് പറയുന്ന പദമാണ് ഇവിടെ ശരിയായിട്ടുള്ള പദം, വിദ്യാർത്ഥി. അതുപോലെ തന്നെ വിദ്യാർത്ഥി എന്ന് പറയുന്ന പദത്തിന്റെ എതിർലിംഗം അല്ലെങ്കിൽ സ്ത്രീലിംഗം എന്ന് പറയുന്നത് വിദ്യാർത്ഥിനി, വിദ്യാർത്ഥിനി. അതുപോലെ തന്നെ നമ്മുടെ ഇധ, തായും തത്തയുടെ തായും രഥത്തിന്റെ ധായും കൂടെ ചേർന്ന് വരുന്ന ധ എന്ന് പറയുന്ന ഒരു അക്ഷരം നമ്മളെ കുഴപ്പിക്കുന്ന ഒരു അക്ഷരമാണ്. അർത്ഥം, അതുപോലെ തന്നെ തീർത്ഥം, അതുപോലെ തന്നെ പ്രാർത്ഥന, അതുപോലെ തന്നെ തീർത്ഥാടനം, അതുപോലെ തന്നെ സ്ഥാനാർത്ഥി, അതുപോലെ തന്നെ നവോത്ഥാനം. ഇതിനെല്ലാം തന്നെയും ഈ ഒരു ധായാണ് വരുന്നത്. തായും ധായും കൂടെ ചേർന്ന് വരുന്ന ധായാണ് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളത് കൂടെ ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ? ഓക്കെ ആണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബഹുവചന രൂപം അല്ലാത്തത്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബഹുവചന രൂപം അല്ലാത്തത് ഏത് എന്നുള്ളതാണ്. ഓപ്ഷൻ എ മാരാർ, ഓപ്ഷൻ ബി അവർ, ഓപ്ഷൻ സി ധീരർ, ഓപ്ഷൻ ഡി ചിലർ. ഓക്കെ, ബഹുവചന രൂപം അല്ലാത്തത് ഏതെന്നുള്ളതാണ്. അപ്പൊ വചനം ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. വചനം എന്ന് പറയുന്നത് വസ്തുക്കളുടെ അല്ലെങ്കിൽ ആൾക്കാരുടെ എണ്ണത്തെ കുറിക്കുന്നതാണെന്ന് നമുക്കറിയാം. വചനം, ഏകവചനം, ബഹുവചനം എന്നിവയാണ് നമുക്ക് പ്രധാനമായിട്ടുള്ള വചനങ്ങൾ. വസ്തു ഒന്നേ ഉള്ളുവെങ്കിൽ അല്ലെങ്കിൽ ആള് ഒന്നേ ഉള്ളുവെങ്കിൽ അതിന് ഏകവചനം എന്നും ഒന്നിലധികം പേരെ സൂചിപ്പിക്കാനായിട്ട് ബഹുവചനം ഉപയോഗിക്കുന്നു. അപ്പൊ ഇവിടെ ബഹുവചന രൂപം അല്ലാത്തത് എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം, ഏകവചന രൂപം ഏത്, ബഹുവചന രൂപം ഏത്, അല്ലെങ്കിൽ ബഹുവചനം അല്ലാത്തത്, ഏകവചനം അല്ലാത്തത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ 4 ഓപ്ഷനും എടുത്തു വെക്കുക. ഒരാളാണോ അവരൊന്നിൽ കൂടുതൽ പേരോ ഉണ്ട് എന്ന് നോക്കുക. അപ്പൊ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ആ ഉത്തരം കിട്ടും. നോക്കാം. മാരാർ, മാരാർ എന്ന് പറയുന്നത് അർ എന്ന് പറയുന്ന ഒരു പ്രത്യയം അവിടെ വന്നിരിക്കുന്നു എന്ന് കരുതിയിട്ട് നമ്മൾ പെട്ടെന്ന് കയറി എന്താ അതൊരു ബഹുവചന രൂപമാണെന്ന് മനസ്സിലാക്കും. മാരാർ എന്ന് പറയുന്നത് ഒരാളാണ്. ഓക്കെ, അതുപോലെ തന്നെ അവർ, അവർ എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാരുടെ കൂട്ടമാണ്, അതോ അവർ നിൽക്കുന്നു എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ധീരർ, ധീരകളും അതുപോലെ തന്നെ ധീരന്മാരും എല്ലാവരുടെയും കൂടെ കൂട്ടമാണ് ധീരർ എന്ന് പറയുന്നത്. അപ്പൊ അവിടെയും ഒന്നിലധികം ആൾക്കാരുണ്ട് എന്നുള്ളതാണ്. ചിലർ, ചിലർ എന്ന് പറയുന്നതും ഒന്നിലധികം ആൾക്കാരെ സൂചിപ്പിക്കുന്നതാണ്.
അപ്പൊ അവർ, ധീരർ, ചിലർ ഇവരെല്ലാം തന്നെ ബഹുവചന രൂപങ്ങളാണ്. ഇനി മാരാർ, മാരാർ എന്ന് പറയുന്നത് ഒരാളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് ബഹുവചന രൂപം അല്ല എന്നുള്ളതാണ്. ഓക്കെ, മാരാർ ഒരു ബഹുവചന രൂപം അല്ല എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. സർപ്പജ്ഞായം എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? സർപ്പജ്ഞായം എന്ന ശൈലിയുടെ അർത്ഥം എന്ത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ, ഉള്ളിൽ വിദ്വേഷവും പുറമേ അനുകമ്പയും പ്രകടിപ്പിക്കുക, വലിയവരെ പിന്താങ്ങുക. ഓപ്ഷൻ സി, അന്യരുടെ അധ്വാനത്തിന്റെ ഫലം തട്ടിയെടുത്ത് ജീവിക്കുക. ഓപ്ഷൻ ഡി, അധിക്ഷേപിച്ചു പറയുക. ഓക്കെ, അന്യരുടെ അധ്വാനത്തിന്റെ ഫലം തട്ടിയെടുത്ത് ജീവിക്കുക എന്നുള്ളതാണ് സർപ്പജ്ഞായം എന്ന് പറയുന്ന ശൈലിയുടെ അർത്ഥം. സർപ്പത്തിന്റെ അല്ലെങ്കിൽ പാമ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മാളത്തിലായിരിക്കും ആൾ കയറി താമസിക്കുന്നത്. എന്നിട്ട് അവർ ചോദിക്കാൻ വരുവാണെന്നുണ്ടെങ്കിൽ പുള്ളി ഒരു കൊത്തും വെച്ച് കൊടുക്കും. അപ്പം താൻ കഷ്ടപ്പെട്ടുണ്ടാക്കാത്ത സൗകര്യത്തിന്റെ ഫലം അനുഭവിക്കുന്ന ആളിനെയാണ്, അതിനെയാണ് അന്യരുടെ അധ്വാനത്തിന്റെ ഫലം തട്ടിയെടുത്ത് ജീവിക്കുക. അതുകൊണ്ടാണ് സർപ്പജ്ഞായം എന്ന് പറയുന്ന ആ ഒരു ശൈലി പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, പ്രാ അധികം മാനം എന്നീ ശബ്ദങ്ങൾ ചേർത്തെഴുതിയാൽ കിട്ടുന്ന രൂപം ഏത് എന്നുള്ളതാണ്. പ്രമാണം, പ്രമനം, പ്രാമാണം, പ്രമാണം. പ്രമാണം എന്നുള്ളതാണ് പ്രാ അധികം മാനം. മാനം എന്നീ ശബ്ദങ്ങൾ ചേർത്തെഴുതിയാൽ പ്രമാണം എന്ന രൂപമാണ് കിട്ടുക എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. തുടക്കം തന്നെ ഒടുക്കവുമായി തീരുന്ന അവസ്ഥയെ കുറിക്കുന്ന പഴഞ്ചൊല്ല്. തുടക്കം തന്നെ ഒടുക്കവുമായി തീരുന്ന അവസ്ഥയെ കുറിക്കുന്ന പഴഞ്ചൊല്ല്. ഓപ്ഷൻ എ, കുലപഴുക്കുമ്പോൾ സംക്രാന്തി. ഓപ്ഷൻ ബി, വീട്ടിലെ കാര്യവും വരമ്പത്തെ വീമ്പും. ഓപ്ഷൻ സി, കന്നി പറിക്കലും കടലാട്ടവും ഒരുമിച്ച്. ഓപ്ഷൻ ഡി, ഉറവു തന്നെ വിളയിൽ കൈവച്ചു എന്നുള്ളതാണ്. തുടക്കം എവിടാണോ അവിടെ തന്നെ അവസാനിക്കുന്നു എന്നുള്ള അർത്ഥമാണ്. അതിനുള്ള പകരമുള്ള പഴഞ്ചൊല്ലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടിയുള്ളത്. കന്നി പറിക്കലും കടലാട്ടവും ഒരുമിച്ച് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. കുലപഴുക്കുമ്പോൾ സംക്രാന്തി എന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ലിന്റെ അർത്ഥം എന്ന് പറയുന്നത് വേണ്ട കാര്യങ്ങൾ വേണ്ട സമയത്ത് ചെയ്യാതെ അവനവന് സൗകര്യമുള്ള സമയത്ത് അല്ലെങ്കിൽ പ്രയോജനം ഇല്ലാത്ത സമയത്ത് ചെയ്യുന്നതിനെയാണ് നമ്മൾ കുലപഴുക്കുമ്പോൾ സംക്രാന്തി എന്ന് പറയുന്നത്. വീട്ടിലെ കാര്യവും വരമ്പത്തെ വീമ്പും എന്ന് പറയുന്നത് സ്വന്തം പ്രശ്നങ്ങൾ മനസ്സിലാക്കാതെ പുറമെ അഹങ്കാരം പറയുന്നതിനെയാണ് വീട്ടിലെ കാര്യവും വരമ്പത്തെ വീമ്പും എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഉറവ് തന്നെ വിളയിൽ കൈവച്ചു എന്ന് പറയുന്ന പഴഞ്ചൊല്ലിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറവ്, ജലം എന്ന് പറയുന്നത് വിളവ് നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ്. പക്ഷേ അത് തന്നെ അതിൻ്റെ നാശത്തിനും കാരണമാകുന്ന അവസ്ഥ. എന്താണോ ഒന്നിൻ്റെ ഗുണത്തിന് കാരണമാകേണ്ടത് അത് തന്നെ അതിൻ്റെ ഒരു വസ്തുവിൻ്റെ അല്ലെങ്കിൽ ഒന്നിൻ്റെ നാശത്തിന് കാരണമാകുന്ന അവസ്ഥയെ കുറിക്കാനാണ് ഉറവ് തന്നെ വിളയിൽ കൈവച്ചു എന്ന് പറയുന്ന പഴഞ്ചൊല്ല് അർത്ഥമാക്കുന്നത്. ഓക്കെ അല്ലേ? ഇപ്പൊ തുടക്കം തന്നെ ഒടുക്കവുമായി തീരുന്ന അവസ്ഥയെ കുറിക്കുന്ന പഴഞ്ചൊല്ല് കന്നി പറിക്കലും കടലാട്ടവും ഒരുമിച്ച്. അടുത്ത ചോദ്യം നോക്കാം. ഓക്കെ, ശരിയായ പദം തിരഞ്ഞെടുക്കുക. ശുപാർശ. ഓപ്ഷൻ ബി, ശിപാർശ. ഓപ്ഷൻ സി, ശിവാർശ. ഓപ്ഷൻ ഡി, ശിവാർശി. സ്ഥിരമായിട്ട് നമ്മൾ തെറ്റായിട്ട് ഉപയോഗിക്കുന്ന ഒരു പദമാണ് ശുപാർശ കത്ത് കൊടുത്തു, ശുപാർശ അല്ലെങ്കിൽ ശുപാർശ ചെയ്തു എന്ന് പറയുന്നത്. ശരിക്കും ശിപാർശ എന്ന് പറയുന്ന വാക്ക്, അതായത് റെക്കമെൻഡേഷൻ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. റെക്കമെൻഡേഷൻ എന്ന് പറയുന്ന പദത്തിന്റെ മലയാള പരിഭാഷയാണ് ശിപാർശ. അങ്ങനെയും ചോദിക്കാം. റെക്കമെൻഡേഷൻ എന്ന് പറയുന്ന പദത്തിന്റെ മലയാള പരിഭാഷ, ശരിയായ മലയാള പരിഭാഷ എന്ന് ചോദിച്ചിട്ട് ഈ ഓപ്ഷൻസ് എല്ലാം വേണമെങ്കിൽ തരാം. ശിപാർശ എന്നുള്ളതാണ്, ശുപാർശയല്ല, ശിപാർശ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള പ്രയോഗം. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ടു ലുക്ക് ബ്ലൂ എന്ന പദത്തിന്റെ ഉചിതമായ മലയാളം. ടു ലുക്ക് ബ്ലൂ എന്ന പദത്തിന്റെ ഉചിതമായ മലയാളം ഏത് എന്നുള്ളതാണ്. ടു ലുക്ക് ബ്ലൂ എന്ന് പറയുന്ന പദത്തിന്റെ ഉചിതമായ മലയാളം. ഓപ്ഷൻ എ, സന്തോഷവാനായിരിക്കുക. ഓപ്ഷൻ ബി, കുപിതനായിരിക്കുക. ഓപ്ഷൻ സി, വിഷണ്ണനായിരിക്കുക. ഓപ്ഷൻ ഡി, സംശയാലുവായിരിക്കുക. ടു ലുക്ക് ബ്ലൂ എന്ന് പറയുന്ന പ്രയോഗത്തിന്റെ മലയാളം എന്ന് പറയുന്നത് വിഷണ്ണനായിരിക്കുക എന്നുള്ളതാണ്. വിഷണ്ണനായിരിക്കുക, വിഷമിച്ചിരിക്കുക, സാഡ് ആയിട്ടിരിക്കുക എന്നുള്ള അർത്ഥമാണ് ടു ലുക്ക് ബ്ലൂ എന്ന് പറയുന്ന പ്രയോഗത്തിന്റെ പരിഭാഷ. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. മുഖ്യം എന്ന പദത്തിന്റെ വിപരീത പദം ഏത്? മുഖ്യം എന്ന പദത്തിന്റെ വിപരീത പദം ഏത്? മുഖ്യം,
മുഖ്യത്തിന്റെ വിപരീത പദമാണ് ചോദിക്കുന്നത്. മുഖ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ടത് എന്നൊക്കെയാണ് അർത്ഥം. ഓപ്ഷൻ എ ഗൗണം, ഓപ്ഷൻ ബി വർജ്യം, ഓപ്ഷൻ സി ഗർഹ്യം, ഓപ്ഷൻ ഡി ഋതം. ഓക്കെ, മുഖ്യം എന്ന് പറയുന്ന പദത്തിന്റെ വിപരീത പദം എന്ന് പറയുന്നത് ഗൗണം എന്നുള്ളതാണ്. പ്രധാനമല്ലാത്തത് അല്ലെങ്കിൽ അപ്രധാനമായത് എന്നുള്ളതാണ്. ഇനി വർജ്യം, വർജ്യം എന്ന് പറയുന്ന പദത്തിന്റെ വിപരീത പദം എന്ന് പറഞ്ഞത് സ്വീകാര്യം എന്നുള്ളതാണ്. വർജ്യം എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഒഴിവാക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ സ്വീകാര്യം എന്നുള്ളതാണ് വർജ്യം എന്ന് പറയുന്ന പദത്തിന്റെ വിപരീത പദം. അതുപോലെ തന്നെ ഗർഹ്യം, നിന്ദ്യമായ എന്നുള്ള അർത്ഥമാണ്. നിന്ദ്യമായ എന്നുള്ള അർത്ഥമാണ് ഗർഹ്യം എന്ന് പറയുന്ന പദത്തിനുള്ളത്. അതിന്റെ വിപരീതം എന്ന് പറയുന്നത് ശ്ലാഘ്യം എന്നുള്ളതാണ്. ശ്ലാഘ്യം, പ്രശംസനീയമായ എന്നുള്ള അർത്ഥമാണ് ശ്ലാഘ്യത്തിനുള്ളത്. പിന്നെ ഋതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം എന്നുള്ള അർത്ഥമാണ്. അനൃതം എന്നുള്ളതാണ് ഋതത്തിന്റെ വിപരീത പദം. അപ്പം ഗൗണം മുഖ്യം, വർജ്യം സ്വീകാര്യം, ഗർഹ്യം ശ്ലാഘ്യം, ഋതം അനൃതം. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഒരുക്കങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞേ എന്തും പ്രവർത്തിക്കാവൂ എന്ന ആശയം വരുന്ന പഴഞ്ചൊല്ല് ഏത് എന്നുള്ളതാണ്. ഓപ്ഷൻ എ പഠിക്കുന്നതിന് മുമ്പ് ഗുരുക്കളാകരുത്, ബി ഒട്ടേടം കൊണ്ട് വെളിച്ചപ്പെടരുത്, സി കറ്റയും തലയിൽ വെച്ച് കളം ചെത്തരുത്, ഡി ദണ്ഡം ചെയ്ത് പിണ്ഡം വെക്കരുത്. കറ്റയും തലയിൽ വെച്ച് കളം ചെത്തരുത് എന്നുള്ളതാണ് ഒരുക്കങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞേ എന്തും പ്രവർത്തിക്കാവൂ എന്ന ആശയം വരുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ ആണ്. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. തെറ്റായ വാക്യം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ചോദ്യം. തെറ്റായ വാക്യം തിരഞ്ഞെടുക്കുക. ഏകദേശം 300 പേർ ആ സദ്യയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഓപ്ഷൻ ബി ഏകദേശം 300ഓളം പേരെങ്കിലും ആ സദ്യയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഓപ്ഷൻ സി 300ഓളം പേർ ആ സദ്യയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഓപ്ഷൻ ഡി 300 പേരെങ്കിലും ആ സദ്യയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇവിടെ ചോദ്യം ഒന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് അബദ്ധം പറ്റും. ഇതിനകത്ത് തെറ്റായ വാക്യം ഏത് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, തെറ്റായ വാക്യം ഏകദേശം 300ഓളം പേരെങ്കിലും ആ സദ്യയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഏകദേശം, ഓളം, എങ്കിലും ഇതൊന്നും ഒന്നിച്ചുപയോഗിക്കേണ്ട കാര്യമില്ല. ഏകദേശം 300ഓളം പേരെങ്കിലും എന്ന് ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഏകദേശം, ഓളം, എങ്കിലും എന്നീ പദങ്ങൾ ഒരുമിച്ച് ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചാൽ മതിയാവും. മൂന്നും ഒന്നിച്ച് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഈ വാക്യമാണ് തെറ്റായിട്ടുള്ള വാക്യം. ഓക്കെ, അടുത്ത ചോദ്യം. പാമ്പ് എന്നതിന്റെ പര്യായ പദം എഴുതുക എന്നുള്ളതാണ്. പാമ്പ് എന്നതിന്റെ പര്യായ പദം എഴുതുക എന്നുള്ളതാണ് ചോദ്യം. ദ്യുഗം, ഓപ്ഷൻ ബി മേഘം, ഓപ്ഷൻ സി വിലേശയം, ഓപ്ഷൻ ഡി വിസരകടം എന്നുള്ളതാണ്. പാമ്പ് എന്ന പദത്തിന്റെ ശരിയായിട്ടുള്ള പര്യായ പദം എന്ന് പറയുന്നത് വിലേശയം എന്നുള്ള അർത്ഥമാണ്. വിലേശയം എന്നുള്ളത് പാമ്പിന്റെ പര്യായ പദമാണ്. ഇതുകൂടാതെ തന്നെ നാഗം, നാഗമല്ല നാഗം, അതുപോലെ തന്നെ ഉരകം, അതുപോലെ തന്നെ ഭുജംഗം, അതുപോലെ തന്നെ പന്നകം, അതുപോലെ തന്നെ അഹി, വ്യാളം, അഹി, വ്യാളം തുടങ്ങിയിട്ടുള്ള പദങ്ങളൊക്കെ തന്നെയും നമ്മൾ എന്താണ് പാമ്പിന്റെ പര്യായങ്ങളായിട്ട് ഉപയോഗിക്കുന്ന പദങ്ങൾ തന്നെയാണ്. എന്താണ്? വിലേശയം, നാഗം, ഉരകം, ഭുജംഗം, പന്നകം, അഹി, വ്യാളം തുടങ്ങിയിട്ടുള്ള പദങ്ങളെല്ലാം തന്നെ. അതുപോലെ ഭണി, ഭണി, ഇതെല്ലാം തന്നെ നമ്മൾ പാമ്പിന്റെ പര്യായങ്ങളായിട്ട് ഉപയോഗിക്കുന്ന, സർപ്പത്തിന്റെ, പാമ്പിന്റെ പര്യായങ്ങളായിട്ട് ഉപയോഗിക്കുന്ന പര്യായ പദങ്ങളാണ് എന്നുള്ളതാണ്. ഓക്കെ ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഓക്കെ, വെണ്മ എന്ന പദം പിരിച്ചെഴുതിയാൽ, വെണ്മ എന്ന പദം പിരിച്ചെഴുതിയാൽ, വെണ്മ എന്ന് പറയുന്ന പദം പിരിച്ചെഴുതിയാൽ എന്താണ് കിട്ടുക എന്നുള്ളതാണ്. വെൺ അധികം മാ, വെള് അധികം മാ, വെന് അധികം മാ, വെൺ അധികം മാ. വെള് അധികം മായാണ് വെണ്മ, വെള് അധികം മായാണ് വെണ്മ, വെള് അധികം മായാണ് വെണ്മയായിട്ട് മാറുന്നത്. അതുപോലെ തന്നെ ഉണ്മ, ഉണ്മ, ഉള് അധികം മായാണ് ഉണ്മയായിട്ട് മാറുന്നത്, ഉണ്മ.
അതുപോലെ തന്നെ കണ്ടു, കണ്ടു. കൺ പ്ലസ് തൂ ആണ് കണ്ടു. കൺ പ്ലസ് തൂ ആണ് കണ്ടു. അതുപോലെ തന്നെ തണ്ടാർ, ഇതൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. തണ്ടാർ. തൻ പ്ലസ് താറാണ് തണ്ടാർ. ഓക്കെ, അപ്പൊ അതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. അപ്പൊ വെളു അധികം മായാണ് വെണ്മയായിട്ട് മാറുന്നത് എന്ന് ഓർത്തിരിക്കുക. വെളു അധികം മായാണ് വെണ്മ. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. വാരണ വ്യാള ഭല്ലൂക മൃഗാദികൾ മാനുഷഭോജികളായുള്ള രാക്ഷസർ. ഇത് നമ്മുടെ പുരാണത്തിലെ 2 വരികളാണ്, രാമായണത്തിലെ ഭാഗങ്ങളാണ്. വാരണ വ്യാള ഭല്ലൂക മൃഗാദികൾ മാനുഷഭോജികളായുള്ള രാക്ഷസർ. ഇതില് അടിവരയിട്ട പദത്തിന്റെ സമാന പദം ഏത് എന്നുള്ളതാണ്. അടിവരയിട്ട പദത്തിന്റെ സമാന പദം ഭല്ലൂക എന്നുള്ള പദത്തിനാണ് നമ്മളിവിടെ അടിവര ഇട്ടിരിക്കുന്നത്. ഭല്ലൂക. ഭല്ലൂകം എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് കരടി എന്നുള്ളതാണ്. ഭല്ലൂകം കരടി. എന്താണ്? ഭല്ലൂകം കരടി. ഇനി വാരണം. വാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന എന്നുള്ള അർത്ഥമാണ്. വാരണം ആന. അതുപോലെ തന്നെ വ്യാളം നമ്മൾ നേരത്തെ പറഞ്ഞു പാമ്പ് എന്നുള്ള അർത്ഥമാണ്. ഭല്ലൂകം കരടി. മൃഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെന്നായ എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, അപ്പൊ വാരണം നമ്മളൊന്ന് ശ്രദ്ധിച്ചു വെക്കുക. വാരണം ആനയുടെ പര്യായമായിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വ്യാളം. വ്യാളം പാമ്പ് എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ഓക്കെ അല്ലേ? അപ്പം ഭല്ലൂകം എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് കരടി എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത ചോദ്യം. ദിക് അധികം നാഗൻ എന്നീ പദങ്ങൾ ചേർത്തെഴുതിയാൽ, ദിക് നാഗൻ എന്നീ 2 പദങ്ങൾ ചേർത്തെഴുതിയാൽ അത് ഏത് രൂപമാകും? ദിക് അധികം നാഗൻ ചേർത്തെഴുതിയാൽ ദിക്നാഗൻ എന്നുള്ളതാണ്. ദിക്നാഗൻ. ദിക്നാഗൻ. ഓക്കെ, ദിക്നാഗൻ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം. സർവം ആത്മാവായി കരുതുന്നവൻ, ഒറ്റപ്പദമാണ് ചോദിച്ചിരിക്കുന്നത്. സർവം ആത്മാവായി കരുതുന്നവനെ എന്താണ് വിളിക്കുക എന്നുള്ളതാണ്. ഓപ്ഷൻ എ ആത്മഗ്രാഹി, ഓപ്ഷൻ ബി ആത്മപ്രഭവൻ, ഓപ്ഷൻ സി ആത്മഘാതി, ഓപ്ഷൻ ഡി ആത്മയാജി. സർവം ആത്മാവായി കരുതുന്നവനെ നമ്മൾ ആത്മയാജി എന്നുള്ളതാണ് വിളിക്കുന്നത്. ഓക്കെ, ആത്മയാജി. സർവം ആത്മാവായി കരുതുന്നവൻ ആത്മയാജിയാണ്. ഓക്കെ, പാർവതി ജാനി എന്ന പദം ഘടകപദങ്ങളായി വേർതിരിക്കുന്നത് എങ്ങനെ? ഘടകപദമാണ് പാർവതി ജാനി. പാർവതി ജാനി എന്ന പദം ഘടകപദങ്ങളായി വേർതിരിക്കുന്നത് എങ്ങനെയെന്നുള്ളതാണ്. ഓപ്ഷൻ എ പാർവതിയിൽ ജനിച്ചവൻ, ഓപ്ഷൻ ബി പാർവതിയുടെ ജനനിയായിട്ടുള്ളവൾ, ഓപ്ഷൻ സി പാർവതി ജായയായിട്ടുള്ളവൻ, ഓപ്ഷൻ ഡി പാർവതിയുടെ ജനകനായിട്ടുള്ളവൻ. പാർവതി ജാനി എന്ന് പറഞ്ഞാൽ പാർവതി ജായയായിട്ടുള്ളവൻ. ജായ എന്ന് പറയുന്ന പദത്തിന് അർത്ഥം എന്ന് പറയുന്നത് ഭാര്യ എന്നുള്ളതാണ്. ഭാര്യ. പാർവതി ജായയായിട്ടുള്ളവൻ ആരോ അവനാണ് പാർവതി ജാനി. അതായത് പരമശിവനെ സൂചിപ്പിക്കുകയാണ്. പാർവതി ജായയായിട്ടുള്ളവനാണ് പാർവതി ജാനി. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഈ വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷകളാണ് ഇനി വരാനായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും കൃത്യമായിട്ട് ശ്രദ്ധിച്ച് പഠിക്കുക എന്നുള്ളതാണ് ഇനി ചെയ്യാനുള്ളത്. മലയാളത്തിൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ അഭിപ്രായങ്ങളും മറ്റു കാര്യങ്ങളും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചലഞ്ചർ ആപ്പിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു ക്ലാസ്സിൽ കാണുന്നവരെ നന്ദി. താങ്ക് യു.